ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാങ്ങ വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ്. കറിക്ക് വേണ്ടി ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു സവാളയും 3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. മാങ്ങ അത്യാവശ്യം വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. സവാള നമുക്ക് നീളത്തിന് അരിഞ്ഞെടുക്കാം. പച്ചമുളക് നമുക്കൊന്ന് കീറി എടുക്കാം. അതിനുശേഷം ഒരു ചീനിച്ചട്ടി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏത് എണ്ണ വേണം ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും പിന്നെ ഒരു ചെറിയ ഇഞ്ചി കൂടെ ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ശകലം ഉപ്പുകൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുക. ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കെന്ത് ചെയ്യാം, ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ കൂടെ ഇട്ട് കൊടുക്കാമേ. അതിനുവേണ്ടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ കുറച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം അരമുറി തേങ്ങയെടുത്ത് തിരകി അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1-ാം പാലും 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2-ാം പാലും എടുത്തു. അതിൽ 2-ാം പാല് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പുകൂടെ നോക്കി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണേ. മാങ്ങ വെന്ത് കിട്ടാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്നാകുന്നൊരു കറി കൂടെയാണ്. മാങ്ങ ഒരുവിധം നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ കുറച്ചുകൂടെ കുറുക്കണമെങ്കിൽ അങ്ങനെ കുറുക്കാം, കുറച്ചുകൂടെ ലൂസ് വേണമെങ്കിൽ അത് നിങ്ങളതനുസരിച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയൊന്ന് കുറുകി വെന്ത് വന്ന ശേഷം ഞാനതിലേക്ക് 1-ാം പാലൂടെ ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാമേ. അതിലേക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് നമുക്കിതിലേക്ക് ഒഴിക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്, മാങ്ങ ഒഴിച്ചു കറിയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയില്ല, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നല്ല ചോറിനൊപ്പം കൂട്ടിക്കഴിക്കാൻ പറ്റിയൊരു കറി കൂടെയാണ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.